നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. എയിംസ് മാതൃകയിലുള്ള ആശുപത്രി ഉചിതമായ സ്ഥലം എവിടെയെന്ന് സംസ്ഥാന സർക്കാർ രേഖാമൂലം അറിയിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നിയമസഭയിലെ പോര് 3 കോൺഗ്രസ് സാമാജികർക്ക് സസ്പെൻഷൻ. KSRTC ബസ്സുകളിൽ ചികിത്സയ്ക്കായി പോകുന്ന അർബുദ രോഗികൾക്ക് ഇനി യാത്ര സൗജന്യം. വിനോദസഞ്ചാര രംഗം സ്ത്രീ സൗഹാർദ്ദമാക്കാൻ തൊഴിലവസരങ്ങളും പദ്ധതികളും നടപ്പാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വാർത്തകൾ വിശദമായി. എയിംസ് മാതൃകയിലുള്ള ആശുപത്രി ഉചിതമായ സ്ഥലം എവിടെയെന്ന് സംസ്ഥാന സർക്കാർ രേഖാമൂലം അറിയിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എയിംസ് മാതൃകയിലുള്ള ആശുപത്രി എവിടെ സ്ഥാപിക്കണമെന്ന് രേഖാമൂലം സംസ്ഥാന സർക്കാർ അറിയിച്ചാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴയിൽ സ്ഥാപിക്കാൻ തയ്യാറാണെന്ന് മന്ത്രി സജി ചെറിയാൻ വാക്കാൽ പറഞ്ഞാൽ മാത്രമാവില്ല. തൃശൂരിലായാൽ എവിടെ പദ്ധതി നടപ്പാക്കാൻ പറ്റുമെന്ന് രേഖാമൂലം അറിയിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. 2016 മുതൽ താൻ ഇക്കാര്യം പറയുന്നതാണെന്നും ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് എയിംസ് വരുമെന്നാണ് കേന്ദ്രമന്ത്രി JP നഡ്ഡ പറഞ്ഞിട്ടുള്ളതെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. നിയമസഭയിലെ പോര് 3 കോൺഗ്രസ് സാമാജികർക്ക് സസ്പെൻഷൻ. ശബരിമല വിഷയത്തെ ചൊല്ലി നിയമസഭയ്ക്കുള്ളിൽ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള പോരിൽ 3 കോൺഗ്രസ് സാമാജികരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. അങ്കമാലി MLA റോജി M ജോൺ, കോവളം MLA M വിൻസെന്റ്, ചാലക്കുടി MLA സനീഷ് കുമാർ എന്നിവരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. സ്പീക്കറുടെ അടുത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷാംഗങ്ങളും വാച്ച് ആൻഡ് വാർഡുമായി ഉണ്ടായ ബലപരീക്ഷണത്തിനിടയിൽ ചീഫ് മാർഷലിന് പരിക്കേറ്റ സംഭവത്തിലാണ് സസ്പെൻഷൻ നടപടി. KSRTC ബസ്സുകളിൽ ചികിത്സയ്ക്കായി പോകുന്ന അർബുദ രോഗികൾക്ക് ഇനി യാത്ര സൗജന്യം. സംസ്ഥാനത്ത് സൂപ്പർഫാസ്റ്റ് മുതലുള്ള എല്ലാ KSRTC ബസ്സുകളിലും ചികിത്സയ്ക്കായി പോകുന്ന അർബുദ രോഗികൾക്ക് ഇനി മുതൽ യാത്ര സൗജന്യമായിരിക്കും. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ് പ്രഖ്യാപനം നടത്തിയത്. സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല, സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്ന യാത്രക്കാർക്കും യാത്ര സൗജന്യമായിരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിനോദസഞ്ചാര രംഗം സ്ത്രീ സൗഹാർദ്ദമാക്കാൻ തൊഴിലവസരങ്ങളും പദ്ധതികളും നടപ്പാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വിനോദസഞ്ചാര രംഗം സ്ത്രീ സൗഹൃദമാക്കാൻ തൊഴിലവസരങ്ങളും പദ്ധതികളും നടപ്പാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. വനിതാ സംരംഭകർക്ക് ചുരുങ്ങിയ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. വനിതാ വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെ ടൂറിസവുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ ആരംഭിക്കുന്ന സ്ത്രീകൾക്കാണ് പലിശയിളവ് ലഭ്യമാവുകയെന്ന് മന്ത്രി അറിയിച്ചു. ടൂർ ഓപ്പറേറ്റർമാർ, ഹോം സ്റ്റേ നടത്തിപ്പുകാർ, ടാക്സി ഡ്രൈവേഴ്സ് എന്നിവരെ കോർത്തിണക്കി ഒരു ശൃംഖല രൂപീകരിക്കാൻ ലക്ഷ്യമിടുന്നതായും വനിതാ സഞ്ചാരികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ കൈവരുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കലാകാരികളെയും വനിതാ സാംസ്കാരിക പ്രവർത്തകരെയും സ്ത്രീ സൗഹാർദ്ദ ടൂറിസത്തിന്റെ ഭാഗമാക്കും. ഈ പദ്ധതിയിൽ സഹകരിക്കുന്നവർക്ക് തൊഴിൽ പരിശീലനത്തോടൊപ്പം ടൂറിസം ആതിഥേയത്വ പരിശീലനവും നൽകും. ടൂറിസം സ്ത്രീ സൗഹാർദ്ദമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പദ്ധതിക്ക് ഈ മാസം അംഗീകാരം നൽകാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. മന്ത്രി ദില്ലിയിൽ കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷിഖാവത്തിനെ സന്ദർശിച്ച് ചർച്ച നടത്തി. ശബരിമല സംസ്ഥാനത്ത് BJP ജില്ലാ ഭരണ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സംസ്ഥാനത്തെ വിവിധ സിവിൽ സ്റ്റേഷനുകളിലേക്ക് BJP മാർച്ച് നടത്തി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ മാർച്ച് നടന്നു. കാസർഗോഡ് മാർച്ച് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടിയും, കോഴിക്കോട് മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും, പാലക്കാട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണനും, തൃശൂരിൽ ദേശീയ സമിതി അംഗം CK പത്മനാഭനും, എറണാകുളത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരനും, ആലപ്പുഴയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. വിവിധ മാർച്ചുകളിൽ പോലീസ് നിയന്ത്രണം മറികടന്ന് മുന്നോട്ടു പോകാനുള്ള ശ്രമം സംഘർഷങ്ങളിൽ കലാശിച്ചു. തിരുവനന്തപുരത്തെ വനിതാ ജയിൽ മാറ്റി സ്ഥാപിക്കും. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലുള്ള വനിതാ ജയിൽ നിലവിൽ പൂജപ്പുരയിലുള്ള സെൻട്രൽ ജയിലിന്റെ പഴയ ബ്ലോക്കിലേക്ക് മാറ്റി സ്ഥാപിക്കും. ഇപ്പോൾ വനിതാ ജയിൽ പ്രവർത്തിക്കുന്ന അട്ടക്കുളങ്ങരയിലെ കെട്ടിടം 300 തടവുകാരെ പാർപ്പിക്കാനാവുന്ന വിധം താൽക്കാലിക സ്പെഷ്യൽ സബ് ജയിലാക്കും. ശേഷിക്കുന്ന ജീവനക്കാരുടെ തസ്തികകൾ അധിക ചുമതല നൽകി നടപ്പാക്കണമെന്ന വ്യവസ്ഥയിൽ 3 വർഷത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ 35 തസ്തികകൾ സൃഷ്ടിക്കാനാണ് തീരുമാനം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ചുമതല നിർവഹിക്കാൻ 15 താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഭാര്യയെ കൊലപ്പെടുത്തിയയാൾ ജീവനൊടുക്കി. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഭാര്യയെ കഴുത്തിൽ കേബിൾ മുറുക്കി കൊലപ്പെടുത്തിയയാൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കി. കരകുളം സ്വദേശി ജയന്തിയെ ഭർത്താവ് ഭാസുരേന്ദ്രനാണ് കഴുത്തിഞ്ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. പട്ടം ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രിയിലാണ് ഇന്ന് രാവിലെ 5:30 ദാരുണമായ കൊലപാതകവും ആത്മഹത്യയും നടന്നത്. 9 ദിവസമായി ആശുപത്രിയിൽ അഡ്മിറ്റായി ഡയാലിസിസ് ചികിത്സ നടത്തി വരികയായിരുന്നു കൊല്ലപ്പെട്ട ജയന്തി. ആശുപത്രിയിൽ ഇവരുടെ കൂട്ടിരിപ്പുകാരനായിരുന്ന
ഭർത്താവ് ഭാസുരേന്ദ്രൻ ആശുപത്രി കെട്ടിടത്തിന്റെ 5ാം നിലയുടെ മുകളിൽ നിന്നാണ് ചാടി ജീവനൊടുക്കിയത്. ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനുള്ള വിഷമതകളാവാം ദുരന്തത്തിന് കാരണമെന്നാണ് കരുതുന്നത്. ആലുവയിൽ 5 കിലോ കഞ്ചാവ് പിടികൂടി. ആലുവയിൽ ട്രെയിൻ വഴി കടത്താൻ ശ്രമിച്ച 5 കിലോ കഞ്ചാവ് പിടികൂടി. ഒഡീഷ സ്വദേശിയായ ജക്കാബ ഡിജൽ എന്നയാളെ കസ്റ്റഡിയിലെടുത്തു. സെയിന്റ് മേരീസ് സ്കൂൾ പരിസരത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത്. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. മോഷണക്കുറ്റം ആരോപിച്ച് സംഘം ചേർന്നുള്ള മർദ്ദനം. 49കാരൻ കൊല്ലപ്പെട്ടു. ആലപ്പുഴ കായംകുളത്ത് കുട്ടിയുടെ സ്വർണ്ണാഭരണം കാണാതായ പരാതിയിൽ 49കാരൻ മർദ്ദനമേറ്റ് മരിച്ചു. കന്യാകുമാരി സ്വദേശി ഷിബുവാണ് സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ മർദ്ദനമേറ്റ് മരിച്ചത്. കുട്ടിയുടെ വീട്ടുകാരും അയൽക്കാരും അടങ്ങിയ 7 പേരുടെ സംഘം ഷിബുവിനെ ആക്രമിച്ചു എന്നാണ് വിവരം. നെഞ്ചിലും മുഖത്തും അടിച്ചും പുറത്ത് ചവിട്ടിയുമായിരുന്നു മർദ്ദനം. വിഷ്ണു എന്നയാളുടെ കുട്ടിയുടെ സ്വർണ്ണ ചെയിനാണ് കാണാതായത്. കൊല്ലപ്പെട്ട ഷിബുവിന്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴാണ് ചെയിൻ കാണാതായത് എന്നാണ് ആരോപണം. ഇന്നലെ വൈകിട്ട് ഷിബു കടയിൽ പോയി തിരികെ വരുമ്പോഴാണ് തടഞ്ഞു നിർത്തി സംഘം ചോദ്യം ചെയ്തത്. മോഷ്ടിച്ചു എന്നത് ഷിബു സമ്മതിച്ചില്ല. തുടർന്നാണ് സംഘം ചേർന്നുള്ള മർദ്ദനമുണ്ടായത്. പാലക്കാട് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ ബസ് തല്ലി തകർത്തു. പാലക്കാട് വണ്ടാഴിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനത്തിനിടെ സ്വകാര്യ ബസ് തല്ലി തകർത്തു. പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം നടക്കുന്നതിനിടെ ഇതുവഴി കടന്നുപോയ വടക്കഞ്ചേരി തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സുമംഗലി എന്ന സ്വകാര്യ ബസ് മണ്ഡലം ഭാരവാഹിയുടെ ദേഹത്ത് തട്ടിയെന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. പ്രകോപിതരായ പ്രവർത്തകർ ബസിന്റെ മുൻഭാഗത്തെ ചില്ല പൂർണ്ണമായും തല്ലി തകർത്തു. 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണം ചെയ്ത അധ്യാപികയ്ക്ക് 20 വർഷം കഠിന തടവ്. 12ാം ക്ലാസ്സുകാരിയെ തുടർച്ചയായി പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിച്ച കരാത്തെ അധ്യാപികയ്ക്ക് 20 വർഷം കഠിന തടവ്. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിനി ബി ജയസുധയെയാണ് ചെന്നൈ പോക്സോ കോടതി ജഡ്ജ് പത്മ ശിക്ഷിച്ചത്. താൻ ലിംഗമാറ്റം വരുത്തി പുരുഷനായി വിവാഹം കഴിക്കാമെന്ന് കുട്ടിക്ക് വാഗ്ദാനം നൽകിയായിരുന്നു ചൂഷണം. വിദ്യാർത്ഥിനി സ്കൂളിലെത്തിയില്ലെന്ന് രക്ഷിതാക്കൾക്ക് സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ പുറത്തായത്. കോട്ടയത്ത് വീട്ടമ്മയുടെ മൃതദേഹം വീടിന് പിറകിൽ കണ്ടെത്തി. കോട്ടയം ഏറ്റുമാനൂരിൽ 55കാരിയായ വീട്ടമ്മയുടെ മൃതദേഹം വീടിന് പിന്നിൽ കണ്ടെത്തി. തെള്ളകം സ്വദേശി കുഴിക്കുന്നേൽ ലീനയെയാണ് ഇന്നലെ രാത്രി മരിച്ച നിലയിൽ കണ്ടത്. പരിസരത്ത് നിന്ന് 2 കത്തികൾ കിട്ടിയതായാണ് വിവരം. ഇവരുടെ കഴുത്തിൽ മുറിവുണ്ട്. ഇവർക്ക് ചെറിയ മാനസിക വെല്ലുവിളി നേരിട്ടിരുന്നയാളാണെന്നാണ് വിവരം. കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം കട നടത്തുന്ന മൂത്ത മകൻ 12 മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. വീട്ടിൽ ലീനയ്ക്കൊപ്പം ഭർത്താവും മകനും ഭർത്തൃപിതാവുമാണ് ഉണ്ടായിരുന്നത്. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധനയും ഇൻക്വസ്റ്റും നടത്തി. വ്യാജരേഖകൾ ചമച്ച് മെഡിക്കൽ പ്രവേശനത്തിന് ശ്രമിച്ച വിദ്യാർത്ഥിനിയും മാതാപിതാക്കളും അറസ്റ്റിൽ. വ്യാജരേഖകൾ ചമച്ച് മെഡിക്കൽ പ്രവേശനത്തിന് ശ്രമിച്ച വിദ്യാർത്ഥിനിയും മാതാപിതാക്കളും അറസ്റ്റിൽ. തമിഴ്നാട്ടിലാണ് സംഭവം. പഴനി സ്വദേശി കാരുണ്യ പ്രിയദർശിനിയും അച്ഛൻ ചൊക്കനാഥൻ, അമ്മ മുരുകേശ്വരി എന്നിവരാണ് അറസ്റ്റിലായത്. ഡിണ്ടിഗൽ മെഡിക്കൽ കോളേജിലെ സെലക്ഷൻ ലിസ്റ്റിൽ കുട്ടിയുടെ പേര് കണ്ടെത്താനാവാതെ വന്നതാണ് തട്ടിപ്പ് പുറത്തുവരാനിടയാക്കിയത്. നീറ്റ് പരീക്ഷയിൽ 228 മാർക്ക് ലഭിച്ച കാരുണ്യയ്ക്ക് 456 മാർക്ക് ലഭിച്ചെന്ന വ്യാജരേഖയാണ് പ്രവേശനത്തിന് സമർപ്പിച്ചിരുന്നത്. നാട്ടാനയും ക്ഷേമവും ശില്പശാല സംഘടിപ്പിച്ചു. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നാട്ടാനയും ക്ഷേമവും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ഒലവക്കോട് ആരണ്യ ഭവനിൽ നടന്ന ശില്പശാല പാലക്കാട് ഡെപ്യൂട്ടി കളക്ടർ ആൻഡ്
ADM സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സുമൂസ് കറിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വെറ്ററിനറി ഓഫീസർ ഡോക്ടർ N രാധാകൃഷ്ണൻ, കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA പരമേശ്വരൻ, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പാലക്കാട് ജില്ലാ സെക്രട്ടറി P ബാലഗോപാൽ, ആനപ്രേമി സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ KP ജിനീഷ്, V വിവേക് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ സെന്റർ ഫോർ എലിഫന്റ് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ TS രാജീവ്, ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, പാലക്കാട് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ഡേവിഡ് എബ്രഹാം, ആന തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി മനോജ് അയ്യപ്പൻ എന്നിവർ ക്ലാസുകൾ എടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എയിംസ് മാതൃകയിലുള്ള ആശുപത്രി ഉചിതമായ സ്ഥലം എവിടെയെന്ന് സംസ്ഥാന സർക്കാർ രേഖാമൂലം അറിയിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നിയമസഭയിലെ പോര് 3 കോൺഗ്രസ് സാമാജികർക്ക് സസ്പെൻഷൻ. KSRTC ബസ്സുകളിൽ ചികിത്സയ്ക്കായി പോകുന്ന അർബുദ രോഗികൾക്ക് ഇനി യാത്ര സൗജന്യം. വിനോദസഞ്ചാര രംഗം സ്ത്രീ സൗഹാർദ്ദമാക്കാൻ തൊഴിലവസരങ്ങളും പദ്ധതികളും നടപ്പാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.